ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ട. പാവ എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുവോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്, ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും. എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചത് എന്തെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിടേ? 3 കന്നാസ് റെഡി. 3 വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ. എന്താടാ കാർലി, ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാത്ത പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ.